Meet the editors. അതിദരിദ്രർ അപ്രത്യക്ഷരായോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയ സുനിൽ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം പിയ സുനിൽ. സ്മൃതി, അതിദരിദ്രർ അപ്രത്യക്ഷരായോ എന്നാണ് ചോദ്യം. ആരാണ് അതിദരിദ്രർ എന്നുള്ളതൊക്കെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ സംവാദമായി മാറുന്നു. ഒരുപക്ഷെ ആരോഗ്യകരമായൊരു സംവാദമാണ് നടക്കുന്നത്. പട്ടിണിയുള്ള മനുഷ്യരെ കണ്ടെത്താൻ, അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്താൻ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാവരും വിവിധ സംഘടനകളും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് ആരോഗ്യകരമായൊരു ലക്ഷണമാണ്. അതിദരിദ്രർ അപ്രത്യക്ഷരായോ? അതിദരിദ്രർ ഇവിടെയുണ്ട്. അവിടെ ഉള്ളപ്പോഴും ഇനിയില്ല, ഒരു പൂജ്യമായ കണക്ക് മാറി എന്നാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തുന്നത് കേരളപ്പിറവി ദിനത്തിലാണ്. അപ്പോൾ ഒരു പുതിയ നാഴികക്കല്ലായി അടുത്ത ഒരു കാര്യമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വലിയ നേട്ടം, അതൊരു രാഷ്ട്രീയ നേട്ടമായിട്ടാണ് പിന്നീട് നടക്കുന്ന പ്രസംഗത്തിലെ ബാക്കി ഭാഗം മുഴുവൻ അതൊരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാറുകയാണ്. അത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ കണക്ക് എത്രയാണ്? 64,000 ആദ്യം കണക്ക്. ഒരാൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചത് 64,006 അത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ആ കണക്കെന്ന് കാണിക്കാനാണ് അത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട്. അതിദരിദ്രരെ കണക്കാക്കുന്നൊരു മാനദണ്ഡമുണ്ട്. അത് അന്താരാഷ്ട്ര മാനദണ്ഡമാണ്. അപ്പോൾ നമ്മുടെ മാനദണ്ഡം അതല്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇവിടെ രേഖകളില്ലാത്തവരെയും ആരും കൂടെയില്ലാത്തവരെയും ഭക്ഷണവും വീടും സ്ഥലവും ഒന്നുമില്ലാതെ എന്താ പറയുക, ആരുമില്ലാത്ത നിരാലംബരായ ആളുകളെയാണ് അതിദരിദ്രരായി കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിരാലംബരില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിരാലംബരില്ല എന്ന വാദത്തിന് വേണമെങ്കിൽ പറയും. അതും അല്ല എന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിരാലംബരില്ലാതായി എന്നാണോ, അതിദരിദ്രർ ഇല്ലാതായി എന്നാണോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന CPM-ന്റെ പ്രകടന പത്രികയിൽ 2021 പറഞ്ഞിരുന്നത് അത് 4.5 ലക്ഷം അതിദരിദ്രർ എന്നാണ്. അപ്പോൾ ആ 4.5 ലക്ഷം അതിദരിദ്രരെ ഇല്ലാതാക്കാനുള്ള ശ്രമം എന്നുള്ളത് പ്രകടന പത്രികയിലെ തന്നെ വാഗ്ദാനമാണ്. അത് സമ്മതിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ മാസം, നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ്, കഴിഞ്ഞ മാസം സഭയിൽ ഭക്ഷ്യമന്ത്രി പറയുന്ന ഒരു കണക്ക്, അന്നയോജന വാങ്ങുന്ന അതിദരിദ്രർ അത് 5 ലക്ഷമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന 64,006 പേർ അതിദരിദ്രർ മാത്രമായിരുന്നെന്നും അവരിപ്പോൾ ഇല്ലാതായി എന്നും പറയുമ്പോൾ, ഈ പറയുന്ന 5 ലക്ഷം എന്ന കണക്കിൽപ്പെടുന്ന അന്നയോജന പദ്ധതി പ്രകാരം അരി ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അവരിപ്പോൾ അതിദരിദ്രരല്ല എന്നർത്ഥമില്ല. അവർ അതിദരിദ്രർ തന്നെയാണ്. അപ്പോൾ അവരെ തുടച്ചു നീക്കിയോ എന്നുള്ള ചോദ്യമാണ്. ഇനി ഇതൊക്കെ പോട്ടെ, അതിലെ കണക്ക് നോക്കൂ. അതിലെ ആദിവാസികളുടെ കണക്ക് വെറും 5%, ദളിതരുടെ കണക്ക് വെറും 20%. അപ്പോൾ 5% ആദിവാസികളെ അതിദരിദ്രരായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ആ 5% ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ആദിവാസികളുടെ കണക്ക്, അവർക്കിടയിലൊക്കെ പ്രവർത്തിക്കുന്നവർ തലയ്ക്ക് കൈവച്ച് നിൽക്കുകയാണ്. അവർ സമരത്തിലാണ്. ഇപ്പോൾ ഗോത്രമഹാസഭ തലസ്ഥാനത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഡിബേറ്റിൽ പങ്കെടുത്ത ചിത്ര, അവർ പറയുകയാണ്, അവർ 2 മാസമായി നിലമ്പൂരിൽ സമരം നടത്തുന്നുണ്ട്. അവർ പല ജില്ലകളിലെയും കണക്ക് പറയുന്നുണ്ട്. രേഖകളില്ലാത്തവർ, റേഷൻ കാർഡില്ലാത്തവർ ഇപ്പോഴും, അതായത് ഈ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും നടപടിയില്ലാത്തവരുടെ കണക്കുകൾ പറയുന്നുണ്ട്. നമുക്ക് തന്നെ കോഴിക്കോട് നിന്നുള്ള രഞ്ജിത്തിൻ്റെ റിപ്പോർട്ടുണ്ടായല്ലോ, ഒരു സർക്കസ് കളിക്കാരനായ ഒരു വ്യക്തിയുടെ കഥ. അതുമാത്രമല്ല, വേറെയുമുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആ പരിപാടി നടത്തുമ്പോൾ തലസ്ഥാനത്ത് തന്നെയുള്ള ഒരു പാവം സ്ത്രീ, ഒരു വീട്ടമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ. ഇതിപ്പോൾ 1 or 2 അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ പോരായ്മയാണെന്നേ. പോയി കയറി നോക്കിയാൽ കാണാമെന്നേ. ഭൂമിയിലേക്ക് ഇറങ്ങി ഇവർക്കിടയിലേക്ക് കടന്നു ചെന്ന് ആദിവാസികളുടെ ഊരുകളിലേക്ക് കയറി ചെന്ന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ചീഫ് സെക്രട്ടറി തന്നെ ഈ കണക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് അനൗപചാരിക കണക്കാണ്. അതായത് ഇതൊരു ഔപചാരികമായ കണക്കല്ല എന്ന് പറയുകയാണെങ്കിൽ, ഔപചാരികമല്ലാതെ എടുത്തിരിക്കുന്ന ഒരു കണക്ക് ഔപചാരികമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ആരാണ് ഇതിനെതിരെ വിമർശനം? ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നതും സർക്കാരും തമ്മിലുള്ള പോരൊക്കെ അവിടെ നിൽക്കട്ടെ. സഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തട്ടിപ്പല്ല, നിങ്ങൾ പഴയ തട്ടിപ്പുകാർ, ഇതിൽ തർക്കം അവിടെ നിൽക്കട്ടെ. ആ തർക്കത്തിലേക്ക് പോകണ്ടെന്നേ. അതുകൂടാതെ പ്രധാനപ്പെട്ട ആളുകളല്ലേ ചോദിച്ചത്? ആ നിവേദനം സമർപ്പിച്ചവർ ചില്ലറക്കാരാണോ? അവർ ഇടതുപക്ഷ നിലപാടുള്ളവരല്ലേ? RVG മേനോൻ, രാമൻകുട്ടി പോലുള്ള ഒരുപാട് ആളുകൾ. ഇവരൊക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ്ശാസ്ത്ര പഠന കേന്ദ്രത്തിൽ CDS-ന്റെ മുൻ ഡയറക്ടർമാരുണ്ട്. ഇതിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ ഭാരവാഹികളുണ്ട്. ഇവരൊക്കെ തന്നെയും ഒരു വായനയും പരിശോധനയും ഇല്ലാതെ പറയുന്നവരാണോ? അവർ ചോദിക്കുന്ന ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഗൗരവത്തിൽ മറുപടി പറയുന്നതിന് പകരം അവരെയൊക്കെ അങ്ങ് ബഹിരാകാശത്തേക്ക് കയറ്റിവിടണമെന്ന് പറയുന്ന ഈ പറയുന്ന സ്തുതിപാഠകർ അപ്പുറത്തുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രതികരണമായും രാഷ്ട്രീയ ആരോപണമായും മാത്രം കാണേണ്ട കാര്യമല്ല. രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരണം.
ഈ കണക്കുകളിലേക്ക് എത്താനുള്ള നടപടികളൊക്കെ വളരെ സൂക്ഷ്മമായി എങ്ങനെ പോയി എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. കുടുംബശ്രീ വഴിയാണെന്ന് പറയുന്നു. കുടുംബശ്രീ വഴി നടപ്പാക്കിയ കാര്യങ്ങളെ അങ്ങനെ ഈ ഒരു കൃത്യമായ കണക്ക് ആധികാരികമായി കണക്കാക്കാൻ പറ്റുമോ? ആധികാരികമായി ചെയ്യുന്ന ആളുകളെ അവസാനം ഈ കണക്കേൽപ്പിച്ച് അതൊന്ന് പരിശോധിക്കാൻ ഏൽപ്പിക്കണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയും ചെയ്തിട്ടില്ല. CDSനെ ഏൽപ്പിക്കാമായിരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു. UNDP ഏൽപ്പിക്കാമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കണക്കെടുത്തു, ഞങ്ങൾ തരുന്ന കണക്കാണ് ശരി എന്ന് പറയുന്നു. ഇനി എന്താണ് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളോടുള്ള സമീപനം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഈ കണക്ക് അവതരിപ്പിക്കുന്നു, ഞങ്ങളിതാ ഒരു ഭൂമിയിലെ സ്വർഗമാക്കി കേരളത്തെ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ ആശമാർ നടത്തിയ സമരമുണ്ട്. ആശമാർ നടത്തിയ സമരത്തിൽ ഓണറേറിയം കേന്ദ്രം തരേണ്ടതാണെന്ന് അതിശക്തമായി ഓരോ തവണയും മറുപടി പറഞ്ഞു. അതിനുശേഷം രാഷ്ട്രീയമായി അവരെ ആക്രമിച്ചു. അവരെ ഏതൊക്കെ രൂപത്തിൽ മോശമായി അവരോട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ 265 എത്ര ദിവസമാണ്? 266 ദിവസം ഈ സമരം അവസാനിപ്പിച്ച് ഇനി അവർ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം മാറ്റുകയാണ്. അവർ സ്വാഭാവികമായി അവരെ പ്രതിപക്ഷത്തേക്കാക്കുന്ന അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അവർ പ്രതിപക്ഷത്തിൽ നിന്നും പ്രതീക്ഷ ഏൽപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഞങ്ങളിതാ വന്നു കഴിഞ്ഞ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ പ്രഖ്യാപനവും നടപടിയും നിങ്ങൾക്ക് 21,000 രൂപ നൽകുകയാണെന്ന് പറയുന്നു. സമരത്തിന്റെ ആദ്യം മുതലേ കാണുകയല്ലേ പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷം എന്ന് വെച്ചാൽ പ്രതിപക്ഷം ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യമെന്നേ, അല്ലാതെ സർക്കാരിന് സ്തുതി പാടുകയല്ല. അപ്പോൾ അവർ ആ സമയത്ത് അവരുടെ ഇടയ്ക്ക് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവിടേക്ക് BJP വന്നല്ലോ. BJP കൊടുക്കാതെ അവിടെ വന്നിട്ട് കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്നും ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ BJP നേതാക്കൾ. ഇന്നും അവിടെ ഉണ്ടായിരുന്നു. VV രാജേഷിനൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരട്ടേന്നേ, എല്ലാവരും വന്ന് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരോടുള്ള സമീപനം ആത്യന്തികമായ സമീപനമാണ്. ദരിദ്രരോട്, ബുദ്ധിമുട്ടുന്നവരോട്, തൊഴിലാളികളോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആശമാരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നിട്ടിപ്പോൾ 1000 രൂപ ഓണറേറിയം കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങളുടെ സമരം കൊണ്ടല്ല, ഞങ്ങളത് കൂട്ടിയതാണ്, നിങ്ങളെ സമരം ചെയ്തിട്ട് ഞങ്ങൾ കൂട്ടിയതല്ല, ഞങ്ങളുടെ തോന്നൽ കൊണ്ട് കൂട്ടിയാണ്. ശരി, നിങ്ങളുടെ തോന്നലിലേ കൂട്ടുകയുള്ളൂ. അതായത് ഒരു സമരത്തെ എങ്ങനെ അതിനോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിദരിദ്രരോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഏതെങ്കിലും രാഷ്ട്രീയ ചേരിയിലേക്കിട്ട് ഇത് അവരുടെ ആളുകളാണ് എന്ന രൂപത്തിൽ വായടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഈ പറയുന്ന ഈ നിവേദനത്തിൽ ഒപ്പിട്ടവരെയൊന്നും ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. മന്ത്രി ഇന്നലെ വളരെ മാന്യമായ രീതിയിൽ ഒക്കെയാണ് അതിനോട് പ്രതികരിച്ചത്. പക്ഷേ സ്തുതിപാഠകർ അങ്ങനെയല്ല. ഇവരെയൊക്കെ ബഹിരാകാശത്തേക്ക് വിടണം എന്ന രൂപത്തിലൊക്കെ എഴുതി വരുന്ന ചില എഴുത്തുകാരടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഭാവിയിലേക്ക് നേട്ടം കാണുകയാണ്. അതായത് 3ാം പിണറായി സർക്കാർ വരുമെന്നും അത് കഴിഞ്ഞിട്ട് നമുക്കും വലിയ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. അതൊരു വശത്ത് നടക്കുന്നു. അതിദരിദ്രർ ഇവിടെയുണ്ട്. യഥാർത്ഥ കണക്ക് ഇതല്ല. ഈ ആശാവർക്കർമാരെ സ്മൃതി അതിദരിദ്രരായിട്ടാണോ കൂട്ടുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ദാരിദ്ര്യം അനുഭവിക്കുന്ന അതിദരിദ്രരായിട്ട് അവരെയല്ലോ കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 5 ലക്ഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ അതിദരിദ്രരോടല്ല, അതിദരിദ്രരോടും ദരിദ്രരോടും പ്രത്യേക അല്ലല്ല ഇങ്ങനെ ഒരു മിനിറ്റ് സാങ്കേതികമായി ഞാൻ പറയണ്ട. ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ. കഷ്ടപ്പെടുന്നവരോട്, ബുദ്ധിമുട്ടുന്നവരോട്, ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരോടുള്ള സമീപനം, ആ സമീപനത്തെയാണ് പറഞ്ഞത്. അത് അതിദരിദ്രരല്ലാത്തത് കൊണ്ടാണോ ഞാൻ അവരോട് ആ സമീപനം എടുത്തെന്നാണോ സർക്കാർ പറയുന്നത്? സ്മൃതി പറഞ്ഞത് എന്താ, അതിദരിദ്രരോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ആശാ വർക്കർമാരാണ്. എന്റെ ചോദ്യം ഇതാണ്, ആശാ വർക്കർമാർ അതിദരിദ്രരാണോ? അല്ല, താങ്കളുടെ ചോദ്യം പൊട്ട ചോദ്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അവരുടെ വായിൽ ആവശ്യമില്ലാത്ത തിരികണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, തൊഴിലാളികളോട് സമരം ചെയ്യുന്നവരോട് അവരെന്തിനാണ് സമരം ചെയ്തത്? അവർ ജീവിക്കാൻ ഗതിയില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ്. ഗതിയില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തതാണ്. നിങ്ങളുടെ നേട്ടങ്ങൾ ഞങ്ങൾ കൂടിയെടുത്ത എന്ത് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഇത്ര ചുരുക്കല്ലേ ഇതിന്? ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്കൊക്കെ ക്ലിയർ ആണ്. അങ്ങേക്ക് ക്ലാരിറ്റി ഇല്ല. അങ്ങേക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ക്ലാരിറ്റി വന്നു. ഇപ്പൊ പറഞ്ഞു ആശാവർക്കർമാർ അതിദരിദ്രരല്ല. പറഞ്ഞതിൽ നിന്ന് അങ്ങേക്ക് അപ്പോഴും തൊഴിലാളികൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അവര് തൊഴിലാളികളാണോ? അവർ തൊഴിലാളികളുമല്ല. അവരെ തൊഴിലാളികളെ പ്രഖ്യാപിച്ചത് അവർ സ്കീം വർക്കേഴ്സ് ആണ്. തൊഴിലാളികളെ പ്രഖ്യാപിച്ചാൽ അവർ വേജ് ബോർഡിന്റെ പരിധിയിൽ 1000 രൂപ കൂട്ടാൻ പറ്റിയല്ലോ. സാങ്കേതികത്വം പറയാതിരിക്കും. നിങ്ങൾക്ക് കണക്കെടുപ്പിനും എല്ലാത്തിനും ഇവർ വേണം. അതുവഴി വലിയ നേട്ടമായി ടീച്ചർമാരും പ്രീ പ്രൈമറി ടീച്ചർമാരും പാചക തൊഴിലാളികളും എല്ലാവരും സ്കീം വർക്കേഴ്സിന്റെ ഭാഗമായി വരുന്നവരാണ്. അതുപോലെയാണ് ആശാ വർക്കർമാർ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്.
എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? കേന്ദ്രത്തിന്റെ സ്കീമല്ലേ? കേന്ദ്രത്തിന്റെ സ്കീമാണെങ്കിൽ സർക്കാരിന്റെ സമീപനം എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ സമീപനം കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെയാ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സ്കീമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രം അത് ചെയ്തോ? കേന്ദ്രം ഒടുവിൽ ചെയ്യാമെന്ന് സമ്മതിച്ചു JP നദ്ദ. 1500 രൂപ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നില്ലേ? നോക്കൂ, 15,000 വരെ, 13,000 മുതൽ 15,000 വരെ മാസം ഓണറേറിയം വാങ്ങുന്നവർ 21,000-ലധികമുണ്ട് എന്ന് പറഞ്ഞാൽ 85% ആശാവർക്കർമാർ. ഞാൻ അതാണ് ആവർത്തിച്ച് ചോദിച്ചത്. ആശാവർക്കർമാരെ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ കഴിയില്ല. കാരണം അവർ ഒരു സ്കീമിന്റെ ഭാഗമാണ്. അതിദാരിദ്ര്യം എന്നുള്ള നിർവചനം എന്ന് പറയുന്നത് തന്നെ ഒരു സ്കീമിന്റെയും ഭാഗമല്ലാതിരിക്കുന്നവരെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഊഴത്തിൽ പറയാം, ഞാൻ വിശദീകരണത്തിന് വേണ്ടി ചോദിച്ചെന്നുള്ളൂ. എനിക്ക് മൂന്നാമതൊരു സംശയം കൂടി എനിക്ക് സ്മൃതിയോടുള്ളത്, ഈ കില എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ഈ കില എന്ന സ്ഥാപനത്തിൻ്റെ മേൽനോട്ടത്തിലും ട്രെയിനിങ്ങിനുമല്ലേ ഈ 4 ലക്ഷം ഉദ്യോഗസ്ഥന്മാരും ഈ വോളണ്ടിയർമാരും ഈ വിശാലമായിട്ടുള്ള ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലും ഈ ജനകീയമായിട്ടുള്ള പങ്കാളിത്ത പരിപാടിയിലും പങ്കെടുത്തത്? മന്ത്രി വളരെയധികം വിശദീകരിച്ചു. അല്ല പറയട്ടെ, ഗ്രാമസഭകൾ ചേർന്നു, ഗ്രാമസഭകളിലൂടെയാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ കണക്കുകളെല്ലാം ശരിയല്ല എന്നും ഈ ആദിവാസികൾക്കിടയിലെ കണക്കെടുപ്പ് നടത്തുന്ന പ്രൊമോട്ടർമാർ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നും ഇവർക്കിടയിൽ തന്നെയുള്ളവർ പറയുകയാണ്. അപ്പോൾ ശരിയായ കണക്കാണോ അവർക്ക് നൽകുന്നതെന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. സൂപ്പർ ചെക്ക്. സൂപ്പർ ചെക്ക് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളാണ് സൂപ്പർ ചെക്ക് എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അനൗപചാരികമായിട്ടുള്ള കണക്കെടുപ്പാണെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇത് ഇന്നേ വരെ കേരളത്തിൽ ഇങ്ങനെ ഒരു ജനകീയമായിട്ടുള്ള പങ്കാളിത്ത പരിപാടി നടന്നിട്ടില്ല. സാക്ഷരതാ പ്രസ്ഥാനം എങ്ങനെയായിരുന്നു? സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? കോട്ടയം ജില്ലയിൽ സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ കുറച്ച് NSS വോളണ്ടിയർമാരാണ്. അനൗപചാരികമായി തുടങ്ങി. എന്നിട്ട് ഔപചാരികമായി നമ്മളത് എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? മുഴുവൻ കണക്കുമെടുത്ത് 93-96% നിൽക്കുന്ന സമയത്താണ് നമ്മൾ 1900 ഏപ്രിൽ 18-നാണ് എൻ്റെ ഓർമ്മ, ചേലക്കോടൻ ഐഷ വന്ന് മാനാഞ്ചിറ മൈതാനത്ത് പ്രഖ്യാപിക്കുന്നത്. അതെങ്ങനെയാണ് തുടങ്ങിയത്? അനൗപചാരികമായി തുടങ്ങി ഔപചാരികമായി അവസാനിക്കുകയാണ് സാക്ഷരതാ പ്രസ്ഥാനം. അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ പങ്കെടുത്തത്? അല്ല. അതിൽ ഈ 15 വയസ്സ് മുതൽ 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾ മുതൽ 90 വയസ്സുള്ളവർ ഇവർ ആ സാക്ഷരതാ മിഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി. സമാനമാണ് ഈ അവസ്ഥ. ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞ ശേഷം അവസാനമായി ഇത് കൃത്യമായി പരിശോധിക്കേണ്ട സംവിധാനത്തിലേക്ക് പരിശോധിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അതൊരു ഏജൻസി ഏൽപ്പിക്കണമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. സ്മൃതി എങ്ങനെയാ സ്മൃതി അത് പറയാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഇതിന്റെ പുറത്ത് ഏത് ഏജൻസി? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 5 ലക്ഷം എവിടെ? 5 ലക്ഷം അന്നയോജന മേടിക്കുന്നത് അതിദരിദ്രരല്ലേ? ശരി, അന്നയോജന വാങ്ങുന്നവരെന്നല്ലേ പറഞ്ഞത്? അന്നയോജന വാങ്ങാത്തവരാണ് അതിദരിദ്രർ. നോക്ക്, അത് നിങ്ങളുടെ കണക്കാണ്. അതാണ് നിങ്ങളുടെ നിർവചനം. അതാണ് നിങ്ങളുടെ നിർവചനം കൊണ്ട് അതിദരിദ്രം അല്ലാതാവുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അതിദരിദ്രം അതാണ്. അപ്പൊ 2 തരം അതിദരിദ്രം കേരളത്തിലുണ്ട്. അത്രയേ ഉള്ളൂ. AAY കാർഡ് അഥവാ മഞ്ഞക്കാർഡ് ഉള്ളവർ അതിദരിദ്രരായ ഈ കണക്കിൽ വരാത്തതിന്റെ കാരണം അവർക്ക് ആ കാർഡുമായി പോയാൽ എന്ത് കിട്ടും? അവർക്ക് ആ കാർഡുമായി പോയാൽ റേഷൻ കിട്ടും. അതുപോലും കിട്ടാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട് സ്മൃതി. അവരുടെ കണക്കാണ് 64,006. അതുമാത്രമല്ല, ഈ AAY കാർഡ് മാത്രം കിട്ടിയാൽ അവർ അതിദരിദ്രരായ പട്ടികയിൽ നിന്ന് മാറില്ല. അവരിൽ ചില ആളുകൾക്ക് എന്ത് വേണം? അത് പാചകം ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ ആരുമില്ല. അവർക്കപ്പോൾ എന്ത് കൊടുക്കണം? അവർക്കപ്പോൾ ഞാനിത് വിശദമായി പറയാം, എൻ്റെ ഊഴത്തിൽ പറയാം. എനിക്കൊന്നും ഇനി പി ആർ സുനിലിൻ്റെ ഊഴമാണ്. അതിദരിദ്രർ അപ്രത്യക്ഷരായോ എന്നാണ് ചോദ്യം. പി ആർ സുനിൽ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്നും, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. പി ആർ സുനിൽ, നമ്മൾ ഇന്നിപ്പോൾ ആദിൽ പാലോടിൻ്റെ ബീഹാറിലെ ചില റിപ്പോർട്ടുകളൊക്കെ കാണുകയായിരുന്നു. നമ്മളിവിടെ അതിദരിദ്രരെക്കുറിച്ച് സംസാരിക്കുന്നു, അവിടെ ദരിദ്രരുടെ ഗ്രാമങ്ങളെക്കുറിച്ചാണ് ആദിൽ പാലോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം കേരളത്തിന് പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി ആർ സുനിൽ. ഇപ്പോൾ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം കാണുമ്പോൾ പി ആർ സുനിൽ എന്ത് തോന്നുന്നു? നമ്മുടെ നാട്ടിൽ അവർ അപ്രത്യക്ഷരായോ? ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരിൽ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് പട്നയിലൊരു കടയിൽ ചായ കുടിച്ചുകൊണ്ട് അവിടുത്തെ കടക്കാരനോട് ചോദിച്ചു, ഈ ദാരിദ്ര്യമൊക്കെ കൂടുതലുള്ള മേഖലകളിലേക്ക് പോകാൻ ഏതിൽ പോകണം, എങ്ങനെ പോകണം, എത്ര ദൂരം പോകണം എന്ന് അന്വേഷിച്ചു. അപ്പം ചായക്കടക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ നഗരമൊന്ന് വിട്ടാൽ മതി, പിന്നീട് അത് മാത്രമേ ഉള്ളൂ ബീഹാറിൽ കാണാൻ എന്നാണ്. അപ്പം അതാണ് ബീഹാറിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ ആ നഗരത്തിൽ തന്നെയുണ്ട് ഏറ്റവും വലിയ ചേരി. അപ്പോൾ അതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഡൽഹി, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് അണ്ണാനഗർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചേരിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ആ ചേരി ഞാൻ കാണുന്നുണ്ട്, ഒരു മാറ്റവുമില്ല. ഡൽഹിയിൽ കഴിഞ്ഞ 20-22 വർഷമായി ഒരു മാറ്റവുമില്ലാതെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. ചേരികളൊക്കെ പോയി ഇടിച്ചു നിരത്തുന്നുണ്ട്, അവരതുപോലെ ഇറക്കി വിടുകയാണ് തെരുവിലേക്ക്. അവർക്കൊരു അടിസ്ഥാന സൗകര്യം കൊടുക്കുന്നില്ല, ഒരു സംവിധാനവുമില്ല. യമുനയിൽ വെള്ളം കയറുമ്പോൾ ഒരുപാട് മനുഷ്യരിങ്ങനെ റോഡരികിൽ വന്ന് കിടക്കും, പിന്നീട് ആ വെള്ളം ഇറങ്ങാനായിട്ട്.
അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ മഴക്കാലത്ത് നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. ഇതാണ് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ കാണുന്നത്. അപ്പോൾ ബീമാരി സ്റ്റേറ്റുകളെന്നാണ് ഈ ബീഹാറിനെയും രാജസ്ഥാനിനെയും അതുപോലെ മധ്യപ്രദേശിനെയും ഉത്തർപ്രദേശിനെയും ഒക്കെ തന്നെ വിളിക്കുന്നത്. ആ സ്റ്റേറ്റുകൾക്കൊരിക്കലും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. കരകയറുക എന്നത് അത്ര എളുപ്പവുമല്ല. ജനസംഖ്യയുടെ കാര്യത്തിലടക്കം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നല്ല, കേരളത്തിലെ ഒരു സംസ്ഥാനവുമായി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും കേരളത്തെ ചേർത്ത് വെക്കാനേ പറ്റില്ല. ആ നിലയിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രഖ്യാപനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കേരളത്തിന് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വലിയ ഉയർന്ന ചിന്താഗതി കേരളത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കുകയാണ്. അത് തീർച്ചയായും ഇത് ഇങ്ങനെ പ്രഖ്യാപിച്ചതുകൊണ്ട് കേരളത്തിൽ എല്ലാ മനുഷ്യരും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന അർത്ഥമില്ല, അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന അർത്ഥമില്ല. ചിലപ്പോൾ 1-2 ആളുകൾ ഉണ്ടാകാം, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം. ഇപ്പോൾ നാളെ റോഡരികിൽ ഒരാൾ കിടക്കുന്നു, അദ്ദേഹത്തിന് വീടില്ല, ഇദ്ദേഹം അതിദരിദ്രനാണ് എന്നൊക്കെ പറഞ്ഞുള്ള സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് ആ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ മാറ്റിയെടുക്കാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് മാറ്റം. അതാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ ഞാൻ കാണുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഒരു അഭിമാന നേട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി ഇങ്ങനെ പ്രഖ്യാപിച്ചതുകൊണ്ട് കേരളത്തിന് ഇതാ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊന്നുമില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സഹായമൊക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പറഞ്ഞത്. ഇനി കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു സഹായവും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ സഹായത്തിൻ്റെ കാര്യത്തൊക്കെ നമുക്കറിയാം. 14ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് നൽകിയ ആ കാലത്ത് ഏതാണ്ട് 3.98% കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി വിഹിതം. അവിടെ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ അത് 1.92% കുറഞ്ഞു. അപ്പോൾ കേരളം ഇത് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചാൽ പോലും കേന്ദ്രം ഇതൊക്കെ തന്നെ പഠിച്ച് കൃത്യമായി കേരളത്തിന് കുറയ്ക്കേണ്ടതൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക വിഹിതമൊക്കെ തന്നെ കുറച്ച് വരുന്നൊരു സാഹചര്യമാണ്. കാരണം കേരളത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, മറ്റ് സാമ്പത്തിക സാഹചര്യങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, നമുക്കറിയാം ഗൾഫ് മണിയൊക്കെ തന്നെ കേരളത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 50കൾക്ക് ശേഷമൊക്കെ തന്നെ കേരളത്തിൽ ഘട്ടം ഘട്ടമായി ഉണ്ടായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ തന്നെ കേരളം എടുത്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടം മാത്രമല്ല, അതിനു മുൻപ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണ്, അതിനു മുൻപ് കേരളം ഭരിച്ച VS അച്യുതാനന്ദൻ്റെ നേട്ടമാണ്, അതിനു മുൻപ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെയും AK ആൻ്റണിയുടെയും അതുപോലെ ലീഡറുടെയും EMSൻ്റെയും ഒക്കെ നേട്ടമാണ്. ഭൂപരിഷ്കരണം നടപ്പാക്കി തുടങ്ങി ഉള്ള കേരളം എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളുടെയും തുടർച്ചയാണ് ഇന്നത്തെ ഒരു നേട്ടം. അപ്പോൾ ആ നേട്ടത്തിൽ നിന്നുകൊണ്ട് ഇനി ഒരു അതിദരിദ്ര സമൂഹത്തെ ഇല്ലാതാക്കാൻ, അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ഇല്ലാതാക്കാൻ, ഒരു ദരിദ്ര കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതിദരിദ്രനായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു വരുമാനം നിലച്ചാൽ ചിലപ്പോൾ അവർ ആ സാഹചര്യത്തിലേക്ക് വീണു പോയേക്കാം. അപ്പോൾ അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന് വളരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2030 ലോകത്താകെ അതിദരിദ്രരെ ഇല്ലാതാക്കുക എന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ അതിനുശേഷം കോവിഡ് വന്നു, പിന്നീട് പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷേ അതൊക്കെ അതിജീവിക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. ചൈന ആണ് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നത്. പക്ഷേ അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും കേരളത്തിന് ആ ഒരു പ്രഖ്യാപനം നടത്തുന്നതിലേക്ക് എത്താൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏതായാലും കേരള സർക്കാർ ഇപ്പോൾ ഒരു പഠനമൊക്കെ നടത്തി, ഒരു സർവേ ഒക്കെ നടത്തി, ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ മുതൽ ഇപ്പോൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഇനി മണ്ണിലിറങ്ങി നടന്നാൽ പുതിയ ആളുകളെ കണ്ടെത്തുമായിരിക്കും. പക്ഷെ അവരെയൊക്കെ തന്നെ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള ശേഷിയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ, സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ 100% ആളുകളും സാക്ഷരരായത് കൊണ്ടല്ലല്ലോ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പ്രഖ്യാപിക്കുന്നത്. 90%, 95%, 96% ആളുകൾ സാക്ഷരരായതുകൊണ്ട് അതൊരു സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിക്കാനുള്ളൊരു ശേഷിയിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. അതേ നിലയിൽ ദരിദ്ര മുക്ത 46,006 എന്നൊരു കണക്ക്, 64,006 എന്നൊരു കണക്ക് പറയുമ്പോൾ കണക്കാണല്ലോ. ആ കണക്കാണ് ഒരു പ്രശ്നം. ആ കണക്ക് വെച്ചതുകൊണ്ടാണ് പ്രശ്നം. അല്ലാതെ കേരളവും മറ്റു സംസ്ഥാനങ്ങളും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല, അത് ഞാൻ പറയാം. അതിപ്പോൾ സർക്കാർ നടത്തിയ
ഇപ്പൊ കിലയാണല്ലോ സർവേ നടത്തിയത്, കിലയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ കില ഒരു സർവേ നടത്തുന്നു, ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കില ഡാറ്റകൾ ശേഖരിക്കുന്നു. അപ്പോൾ അതിൽ വിട്ടുപോയിട്ടുണ്ടാകാം, ചിലപ്പോൾ അവരുടെ കണക്കുകളിൽ വിട്ടുപോയിട്ടുണ്ടാകും. അവർ സർവേ നടത്തുമ്പോൾ ചിലപ്പോൾ അതിൽ പെടാത്ത ആളുകളുണ്ടാകാം, ചിലപ്പോൾ അവരുടെ ഈ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ടാകാം. അതെന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് പരിഹരിക്കാനുള്ളൊരു ശേഷിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ, പ്രളയം വന്നില്ലേ കേരളത്തിൽ പ്രളയം വന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നില്ലേ? ലോകത്തുള്ള എല്ലാ മലയാളികളും കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നില്ലേ? ആ ഒരു ഐക്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു മാറും. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായി, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച സഹായം കിട്ടിയില്ലല്ലോ, പക്ഷേ കേരളം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചില്ലേ? ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നില്ലേ? ഇപ്പോൾ അവിടുത്തെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അതേസമയം നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കൂ. ഉത്തരാഖണ്ഡിൽ നേരത്തെ ഉണ്ടായിരുന്ന 2013 ഒരു വലിയ ദുരന്തമുണ്ടല്ലോ. ആ ദുരന്തം അന്ന് ആ ദുരന്തത്തിൽ ഒലിച്ചുപോയത് എത്രയോ വീടുകളാണ്. പിന്നീട് ആ വീടുകളൊന്നും തന്നെ പുനഃസ്ഥാപിക്കാനോ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഉണ്ടാക്കി കൊടുക്കാനോ എത്രയോ കാലമായിട്ടും സാധിച്ചിട്ടില്ല. ബീഹാറിൽ അവിടുത്തെ കോശി നദി അവിടുത്തെ ഒരുപാട് ഗ്രാമങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോയി, ഒരുപാട് മനുഷ്യരെ. കോശി നദി ബീഹാറിന്റെ കണ്ണീരാണെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം. കോസി എന്ന് പറയായിരുന്നു. കോസി കേട്ടില്ല. ഷായല്ല സായാന്ന്. കോസി, സോറി, ശരിയാ. അപ്പം അതെ. അപ്പോൾ ഞാൻ പറയുന്നത് ബീഹാറിൻ്റെ കണ്ണീരാണെന്നാണ് ഈ കോസി നദിയെ പറയുന്നത്. അപ്പം അത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം എത്രയോ ബെറ്ററാണ്. അപ്പം നമ്മളത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അങ്ങനെ ആർക്കും താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അപ്രത്യക്ഷരായി അതിദരിദ്രർ എന്നാണ് പിയാസ് സുനിൽ പറയുന്നത്. അതെ, അല്ല, ഈ സർക്കാർ കണ്ടെത്തിയ ഡാറ്റ അനുസരിച്ച് സർക്കാരിൻ്റെ കിലയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കിട്ടിയ ഡാറ്റ അനുസരിച്ച് ആ സർക്കാരിൻ്റെ പട്ടികയിലുള്ള എല്ലാവരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. അപ്പോൾ സർക്കാരിന് പ്രഖ്യാപിച്ചൂടെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സം? ഇനിയുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ ഡാറ്റ അനുസരിച്ച്, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിദരിദ്രർ അപ്രത്യക്ഷരായോ എന്നായിരുന്നു ചോദ്യം. സുജയ, അതിദരിദ്രർ അപ്രത്യക്ഷമായി എന്ന് ഞാൻ കരുതുന്നില്ല. അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് സഹായങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അപ്രത്യക്ഷരായി എന്ന് ഞാൻ കരുതുന്നില്ല എന്നതാണ് എൻ്റെ മറുപടി. കാരണം അതിദരിദ്രർ ആയ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ തുടരുന്നുണ്ട്. അല്ലാതെ അവരെ ആരും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ ഉത്തർപ്രദേശിലേക്കോ ഒന്നും പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. ആ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തി ആ കണ്ടെത്തിയ 64,000 ആളുകളിൽ അതിൽ തന്നെ ചില ഡിലീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. 4,421. ഈ 64,006 എന്ന് പറയുമ്പോൾ 64,006 യൂണിറ്റ്സ് ആണ്, കുടുംബങ്ങളാണ്. അതിൽ ഒരാൾ മാത്രമുള്ളതുണ്ട്, 2 പേർ മാത്രമുള്ളതുണ്ട്. അങ്ങനെയുള്ള യൂണിറ്റ്സ് ആണ്. അതിൽ തന്നെ 4,421 യൂണിറ്റ്സ് ഇല്ല. ആ 4,421 പേർ അത് ഒരാൾ മാത്രം ഉണ്ടായിരുന്നതാണ്. അവർ മരിച്ചു എന്നുള്ളതാണ് കണക്ക്. നാടോടികളായിട്ടുള്ള 261 അതും ഇതിൽ നിന്ന് ഡിലീറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ടാലി 59,277 ആണ്. അപ്പോൾ ഇത്രയും പേരെ കണ്ടെത്തി ആ അവസാനത്തെ 0 ആയപ്പോഴാണ് ഈ ഒരു പ്രഖ്യാപനം ഞങ്ങൾ അത്രയും സിൻസിയറായി നടത്തുന്നത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു നട്ട്ഷെല്ലായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പൊതു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി തർക്കിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഒരു പൊതുപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇനി ആ കണക്കുകളിൽ ഉപചോദ്യങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷേ നാളെ മുതൽ തന്നെ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തിയ കേരളത്തിൽ ഇതാ നിങ്ങൾ നോക്കൂ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരിക. കാരണം മാധ്യമങ്ങൾ ഇതുവരെ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ പോകുന്നത് അല്ലെങ്കിൽ അത് തപ്പി കൊണ്ടുവരാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ആ വാർത്തകളുടെ എല്ലാം ലീഡ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപനം നടത്തിയ കേരളത്തിൽ ഇന്നയിടത്ത് ദാരിദ്ര്യമുക്തരാക്കാലോ. ബീഹാർ അല്ല, അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ അതിദരിദ്രരെ ഇതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പി ആർ സുനിൽ അറിയാമല്ലോ ഈ വാർത്തകളുടെയൊക്കെ ഒരു ലീഡ് ഫിക്സിംഗ് എങ്ങനെയാണെന്ന്. അപ്പോൾ ബീഹാറിൽ പി ആർ സുനിലും ആദിൽ പാലോടും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും അങ്ങനെയുള്ള സ്റ്റോറീസ് കൊണ്ടുവരും. റിപ്പോർട്ടറിലടക്കം വന്നു തുടങ്ങിയതായി നേരത്തെ മാഡം ഇവിടെ കോട്ട് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പോൾ ആ ആളുകളൊക്കെ ആരാണ്?
ആരാണവർ? അതിനുള്ള മറുപടി തദ്ദേശ മന്ത്രി എം പി രാജേഷും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ നൽകേണ്ടതുണ്ട്. അപ്പോൾ എം വി ഗോവിന്ദൻ തദ്ദേശ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി, പിന്നീട് എം പി രാജേഷിലൂടെ തുടർച്ച വന്നിട്ടുള്ള ഈ 4-4.5 വർഷക്കാലത്തെ ഈ കണക്കെടുപ്പ്, ആ കണക്കെടുപ്പിന് മേൽ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്, ആ ഒരു സൂപ്പർ ചെക്കൊക്കെ നടത്തി ഉണ്ടാക്കിയ ഈ ഒരു വലിയ കണക്ക്, ആ കണക്കിലൂടെ സീറോയിലേക്ക് എത്തിയെന്ന് മുഖ്യമന്ത്രി ഇന്ന് പൊതുപ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഈ കണ്ടെത്തുന്ന ആളുകളൊക്കെ പിന്നെ ആരാണ്? അവർ കേരളത്തിലുള്ളവരല്ലേ? അവർ അതിദരിദ്രരല്ലേ? അവർ തന്നെ പറയുന്നു ഞങ്ങൾ അതിദരിദ്രരാണ്, ഞങ്ങൾ ഒരു പട്ടികയിലും പെടുന്നില്ല, ഞങ്ങൾക്ക് ഒരു പദ്ധതിയും കിട്ടുന്നില്ല. അപ്പോൾ അവരാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയെങ്കിലും, ഒരു മിനിമം ബാധ്യതയെങ്കിലും ഈ സർക്കാരിന് ബാക്കി നിൽക്കുന്നുണ്ട്. അതാണ് ഈ ഉപചോദ്യങ്ങളിന്മേലുള്ള ഉത്തരമായി ഇനി വരേണ്ടത്. അല്ലാതെ ഞങ്ങൾ കണ്ടെത്തിയതാണ് ശരി, ഇത് മാത്രമേ ഉള്ളൂ, ഇനിയില്ല എന്ന് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കുന്നതിനപ്പുറം ഇങ്ങനെ ചില മനുഷ്യർ, അതായത് ഇന്നിപ്പോൾ അവിടെ നിവേദനവുമായി ഒരു സ്ത്രീ വന്നു എന്നതടക്കം അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സഹായം ആവശ്യമുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം. കാരണം എല്ലാ കണക്കുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔപചാരികമായി അല്ലെങ്കിൽ നമ്മൾ ഔദ്യോഗികമായി നടത്തുന്ന വിവരശേഖരണത്തിൽ ഇപ്പോൾ ഒരു എന്യൂമറേഷൻ ഫോം കൊണ്ടുപോയി അതിനകത്തെല്ലാം രേഖപ്പെടുത്തി അങ്ങനെയൊന്നും കണ്ടെത്തുന്നത് മാത്രമല്ലല്ലോ, പല തലത്തിലുള്ള സമിതികൾ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ജീവിതത്തോട് മല്ലടിക്കുന്ന കിടപ്പാടത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒക്കെയായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ധാരാളം കേരളത്തിൽ ബാക്കിയുണ്ടാകാം. ഈ 64,006 യൂണിറ്റുകൾക്കപ്പുറം അത് ബാക്കിയുണ്ടാകാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പട്ടിണിയാണ്, ഭക്ഷണമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരും ഉണ്ടാകാം കേരളത്തിൽ. അതൊരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ട കാര്യമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകം, ദാരിദ്ര്യം ഇല്ലാതെയാകണം, ദാരിദ്ര്യം എന്നിങ്ങനെയുള്ള 2 പട്ടികകളെ പെടുത്തിക്കൊണ്ട് അതിന്മേലുള്ള തർക്കങ്ങൾ, അതായത് AAY പദ്ധതിയിൽപ്പെട്ട ഈ കാർഡ് ഉടമകൾ അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് പട്ടികയിൽ നിന്ന് പുറത്തായത്? അതായത് ഈ സൗജന്യ റേഷൻ വാങ്ങുന്ന 5.92 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകൾ അവർ ദരിദ്രരാണോ അതിദരിദ്രരാണോ? അതാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉയർത്താൻ ഉള്ള ഏക ചോദ്യം എന്ന് പറയുന്നത്. അവർ ദരിദ്രരായാലും അതിദരിദ്രരായാലും അവരുടെ ജീവിതാവസ്ഥ മാറുന്നുണ്ടോ എന്നതാണ് കേരളം നടത്തേണ്ട റിയാലിറ്റി ചെക്ക് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കാരണം അതിദരിദ്രരാണ് അവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് ഈ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഈ അതിദരിദ്രരെ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഡാറ്റാബേസിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിലവിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ വിവിധ കാരണങ്ങളാൽ ഒഴിവായി പോയവർ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് AAY എന്ന കേന്ദ്ര പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അന്നയോജന പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിദരിദ്രം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഇവർ വരില്ല. അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട യൂണിറ്റുകളാണ് ഈ 64,006 എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റുകളിൽപ്പെട്ടവർക്ക് ഈ AAYയിൽ അവർ അംഗങ്ങളല്ല. അതായത് ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന 5.92 ലക്ഷം മഞ്ഞ കാർഡ് ഉടമകളിൽ പെട്ടവരല്ല ഈ 64,006 പേർ എന്നതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് വസ്തുതയാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി അതായത് തനിക്ക് സഹായങ്ങളില്ല അല്ലെങ്കിൽ തനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങിയെടുക്കാനോ കഴിവില്ലാത്ത ആളുകൾ, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയുള്ള അശരണരായിട്ടുള്ള ആളുകളുണ്ട്. ആരും നോക്കാനില്ലാത്തവർ, അഗതികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യർക്ക് അവർക്ക് ഒന്നും ഇതുവരെ നേടിയെടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങളാൽ. അപ്പോൾ അവരെയും കൂടി ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമാക്കാൻ സാധിക്കാതെ പോയത് ഒരു മാറി വന്ന സർക്കാരുകളുടെയും ഒരു ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. കാരണം അവർ ഒരു പദ്ധതിയിലും പെടാതെ ഈ 64,006 ആളുകൾ നമുക്കിടയിൽ ജീവിക്കുകയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. അപ്പോൾ ഈ ദുരിത ജീവിതം ഇങ്ങനെയൊക്കെ നയിക്കുന്ന മനുഷ്യരാണ് അതിദരിദ്രർ. അല്ലാതെ ഈ 5.92 ലക്ഷം മഞ്ഞ കാർഡ് ഉടമകളല്ല അതിദരിദ്രർ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അതിജീവനത്തിന് വേണ്ടി ഇവർക്ക് സർക്കാർ ഒരുക്കി കൊടുക്കുന്ന കാര്യങ്ങൾ, അത് ഈ പറയുന്ന പട്ടികയിൽ നിന്ന് ഇവരെ പുറത്തു കടത്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അതിനൊരു തുടർച്ച വേണം. അതിപ്പോൾ ഈ സർക്കാർ തന്നെ തുടരുകയാണെങ്കിലും അഥവാ പ്രതിപക്ഷത്തുള്ള മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിലും ഇതിനൊരു തുടർച്ച എന്തൊക്കെ കാര്യങ്ങളിൽ വേണം? ഇവർക്ക് ഒന്നുമില്ലാത്തവരാണ്, ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ പരിരക്ഷ, അവർക്ക് സുരക്ഷിതമായ താമസ സ്ഥലങ്ങൾ, പലർക്കും ഒറ്റയാൾ മാത്രമുള്ള യൂണിറ്റുകളുമുണ്ട്. ഈ 64,006 എന്ന് പറയുന്ന എല്ലാം വലിയ കുടുംബങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിന് തുടർ സഹായങ്ങൾ ആവശ്യമുള്ളവരാണ്. അപ്പോൾ ആ തുടർ സഹായത്തിന് സർക്കാരിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ നിലവിലത്തെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം എന്താണ് ദീർഘവീക്ഷണത്തോടെ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതി, അതും കൂടി പ്രഖ്യാപിച്ചിട്ട് വേണം ഈ സർക്കാർ ഇറങ്ങിപ്പോകാൻ. കാരണം അല്ലാത്ത പക്ഷം അവരൊരു പട്ടികയിലേ ഉണ്ടാക്കിയുള്ളൂ, അതിന്റെ ബാക്കി ഞങ്ങൾ ചെയ്യേണ്ടല്ലോ എന്ന് ഇനി എങ്ങാനും UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർക്ക് പറഞ്ഞൊഴിയാൻ കഴിയും. അപ്പോൾ ഈ അതിദരിദ്രർ വീണ്ടും അതിദരിദ്രരായി മാറും. അപ്പോൾ 5.92 ലക്ഷത്തിൽ ഇവരുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ മാത്രമായിട്ട് ഈ വിഷയം മാറുകയും ചെയ്യും. ഇവിടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ചെക്ക് നടത്തിയിട്ടില്ല പൂർണ്ണമായും എന്നുള്ളതാണ്. അതായത് ഈ പെടാതെ പോയ മനുഷ്യരെ ചിലപ്പോൾ ഈ ആദിവാസി വിഭാഗങ്ങളിൽ എപ്പോഴും പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കേരളത്തിന്റെ ബജറ്റ് അനുസരിച്ച് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആദിവാസിക്ക് 17,946 രൂപയാണ് വിവിധ ഫണ്ടുകളിലൂടെ അനുവദിക്കുന്നത്. അപ്പോൾ 4,26,208 ആദിവാസികളുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റിലും 661 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതി വിഹിതം അവരിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഈ പ്രൊമോട്ടർമാരടക്കം ചൂണ്ടിക്കാട്ടുന്ന വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രഖ്യാപിക്കും, പക്ഷേ അത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ അട്ടപ്പാടിയിലടക്കം ഈ ഫണ്ട്
കിട്ടാതെ വരുന്നതിനെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം. അപ്പോൾ ഈ ഫണ്ടുകൾ അവരിലേക്ക് എത്താത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. അതിനെയാണ് അവർ ഈ ബുദ്ധിമുട്ടായി ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ ആദിവാസികളെ അവഗണിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആദിവാസികൾക്കായി കൃത്യമായി ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അവരും ഈ അതിദരിദ്രർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവർക്കായി ഫണ്ട്, അതുപോലെ തന്നെ ബജറ്റ് വിഹിതം നീക്കിവെക്കുന്നുണ്ട്. ഈ അതിദരിദ്രർക്കായി പ്രത്യേക ഒരു ബജറ്റ് വിഹിതം കഴിഞ്ഞ ബജറ്റിൽ, അതായത് ദാരിദ്ര്യമുക്തമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിക്കായി നീക്കിവെക്കുന്നതിനപ്പുറം ഈ ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഇവർക്കായി, ഇവരുടെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടി, കാരണം ഇവർ ഈ ഒരു പട്ടിണിയിൽ നിന്ന് പുറത്തു കടന്നു, പിന്നെ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് അലോക്കേഷൻ, അങ്ങനെ ഒരു ഫ്രാഗ്മെന്റേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബജറ്റിൽ. കാരണം ദാരിദ്ര്യമുക്തമാക്കുക അല്ലെങ്കിൽ അതിദാരിദ്ര്യമുക്തമാക്കുക അതൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് കഴിഞ്ഞു, ഇറ്റ്സ് ഡൺ. ഇനി അതിനുശേഷമുള്ളത് എന്താണ്, ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ് എന്നുള്ളത് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഒരു ക്ലാരിറ്റി കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡിവൈഡിംഗ് ദ ലൈൻ ബിറ്റ്വീൻ ദ പൂർ ആൻഡ് ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ, അത് കൃത്യമായിട്ട് സർക്കാർ പറയണം. എന്നാൽ മാത്രമേ ഈ ആശങ്ക നീങ്ങുകയുള്ളൂ. അല്ലാതെ മഞ്ഞക്കാടിന്റെ കാര്യം പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കും, മഞ്ഞക്കുറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ മഞ്ഞ ഒരു പ്രശ്നമാണ് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഏതാണ് ആ ലൈൻ, ആ ഡിവൈഡിംഗ് ലൈൻ ബിറ്റ്വീൻ പൂർ ആൻഡ് പോറസ്റ്റ്, അത് കൃത്യമായിട്ട് സർക്കാർ പറയണം എന്നുള്ളതാണ്. അല്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഉള്ള കേന്ദ്ര സഹായം കൂടി ഇല്ലാതാക്കി ഈ എഐയും വേണ്ട എന്ന രീതിയിലേക്ക് പറഞ്ഞു ഇത് കൊണ്ടുചെന്ന് എത്തിക്കരുത്. എഐ വേറെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ടേക്ക്. ഫ്രഞ്ച് തത്വചിന്തകരായ റാൻസിയർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ അർത്ഥതലം കണ്ടെത്തുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ള വലിയൊരു ജനാധിപത്യ പ്രക്രിയയായിരുന്നു. ഒരുപക്ഷെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ ഇന്നേവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത, വികസ്വര രാജ്യങ്ങൾ ഇന്നേവരെ അവരുടെ രീതിശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പങ്കാളിത്തത്തോടു കൂടിയുള്ള, ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ദാരിദ്ര്യ ലഘൂകരണ ശ്രമമാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതാണ് യഥാർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതാണ്. ഇതിൻ്റെ എൻഡ് റിസൾട്ടിൽ നമ്മളടക്കം ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. അതിദരിദ്രരായ മനുഷ്യർ ഇപ്പോഴുമുണ്ട്. ചില മനുഷ്യരൊക്കെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലുണ്ട്. 1, 2, 3, ഒരുപക്ഷെ 100, 110 ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ കണ്ടെത്തുകയും ചെയ്യും, നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. സർക്കാരിന് ചെയ്യാനുള്ളത് ചെയ്തു, ഇനി നമ്മൾ കൂടി ചെയ്യുക, അവരെ കണ്ടെത്തുക, ഈ പട്ടികയിലേക്ക് കൊണ്ടുവരിക, സർക്കാർ ഇത് തുടരുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പൊളിറ്റിക്കൽ വിൽ. സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാണെങ്കിലും ശരി, ഇവിടെ ഭൂമിയുടെ കാര്യത്തിലുള്ള വിതരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, അതാത് ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ കേരളത്തിൽ വലിയ സാമൂഹിക ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അഥവാ അതിദാരിദ്ര്യ വിമുക്ത കേരളമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തത്, ഇതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് പറയണം. 3, ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന സംശയങ്ങളിൽ ചിലതെങ്കിലും ദൂരീകരിക്കപ്പെടുകയും വേണം. 4, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അത് വരും സർക്കാരുകൾ കൂടി ഉദ്യോഗസ്ഥ തലത്തിൽ കൂടി നടപ്പിലാക്കേണ്ട ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയുണ്ട്. വളരെ എളുപ്പത്തിൽ ഞാനിത് പറഞ്ഞു പോകാം. ഇനി രീതിശാസ്ത്രത്തിലേക്ക് വന്നാൽ, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കണ്ടെത്തിയിരുന്നത്? അതിന് പലവിധ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. പല മാനകങ്ങൾ, പല ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു, പല രീതിശാസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. 1980കളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് അലോ കമ്മിറ്റിയൊക്കെ കണ്ടെത്തിയിരുന്നത് പോലെ അന്ന് കാലറിയുടെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിലുള്ളവർ ഇത്ര കാലറി, ഗ്രാമങ്ങളിലുള്ളവർ ഇത്ര കാലറി ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവർ പട്ടിണിയുള്ള മനുഷ്യരാണ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് നഗരങ്ങളിലേക്ക് വന്നാൽ 2100 കാലറി ഉണ്ടാവണം, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അത് 2400 കാലറി ആയിട്ട് മാറണം. ഇതായിരുന്നു അന്നത്തെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ അതിലൊരുപാട് അശാസ്ത്രീയത ഉണ്ടാവുകയും അതിൻ്റെ കൂടെ മാനവ വിഭവ സൂചകങ്ങൾ കൂടി വരണം എന്നുകൂടി നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. വളരെ കൃത്യമായ കെട്ടുറപ്പോടുകൂടിയ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയും ഐക്യരാഷ്ട്ര സംഘടനയുടെ UNDPയും ചേർന്ന് 2010 പുറത്തിറക്കിയ MPI എന്ന് പറയുന്ന മൾട്ടി ലെവൽ ഈ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നതാണ്. ഈ GMPI പ്രകാരമാണ് യഥാർത്ഥത്തിൽ 10 മാനകങ്ങളാണ് അതിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഹാരമുണ്ട്, വരുമാനമുണ്ട്, വാസസ്ഥലമുണ്ട്, ഒപ്പം ആരോഗ്യമുണ്ട്. ഇതടക്കമുള്ള ഘടകങ്ങൾ അടക്കിയ 10 മാനകങ്ങൾ ഉപയോഗിച്ചാണ് ലോകരാജ്യങ്ങളുടെ പട്ടിണി, ദാരിദ്ര്യത്തെക്കുറിച്ച് UNDPയും ഓക്സ്ഫോർഡ് സർവകലാശാലയും പഠനങ്ങൾ നടത്തുന്നത്. അതുപ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ സുജയ? അതാണ് കൗതുകകരമായ കാര്യം. ഇന്ത്യയിൽ 2024 GMPI റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ പട്ടിണി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. 2021 ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 16% നമുക്കത് കുറയ്ക്കാൻ സാധിച്ചു. 55% നിന്ന് 16% കുറയ്ക്കുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഏറ്റവും കണക്കനുസരിച്ച്
5.3% ആണ്. ഏറ്റവും- 7.52 അല്ലല്ല, കോടി. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന കണക്കാണ്. ലോകബാങ്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റേഷൻ UNDP യുടെ വിതരണം ഏറ്റവും ഒടുവിലത്തെ പറഞ്ഞിട്ടാണ്. കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ലോകത്ത് ഏറ്റവും ദരിദ്രമുള്ള 5 വിതരണത്തിന് രാജ്യങ്ങളിൽ ഒന്ന് അടക്കമായിട്ടാണ് ഈ ഇന്ത്യയാണ്. പറയുന്നത്. ലോകത്ത് ഏറ്റവും ദരിദ്രമുള്ള 5 രാജ്യങ്ങളിൽ ഇന്ത്യയാണ്. അതിലൊന്ന് പാകിസ്ഥാനാണ്, ഒന്ന് നൈജീരിയയാണ്, ഒന്ന് കോങ്കോയാണ്, ഒന്ന് എത്യോപ്യയാണ്. അത് കഴിഞ്ഞാൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ GMPI ഇൻഡെക്സ് പ്രകാരം, ഈ MPI പോവർട്ടി ഇൻഡെക്സ് പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത് അതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള, കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ വലുതായിരിക്കുമല്ലോ, സ്വാഭാവികമായും അവിടെ ജനസംഖ്യയിൽ വലിയ ഒരു വിഭാഗം പട്ടിണിയിലാവും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് 34 കോടി UPA കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് 7 കോടിയിലേക്ക് താഴ്ന്നു വളരെ വന്നിട്ടുണ്ട്. അത് കാര്യമായ കണ്ടിട്ട് രീതിയിൽ തന്നെ മാറ്റം പോകണം. വരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ മാറ്റം വരുത്തുമ്പോഴും നമ്മുടെ രാജ്യം അങ്ങനെ നിൽക്കുന്നത്. ചൈന വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. ചൈനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ചൈന ഇതേ MP ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ദാരിദ്ര്യ 60 വർഷം ഭരിച്ചു പിടിച്ച താങ്കളുടെ രാഹുൽ ഗാന്ധിയുടെ പൂർവ്വ ആൾക്കാരൊക്കെ തന്നെയാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ദരിദ്രമുള്ള 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്ന വസ്തുത വളരെ ഖേദകരമാണ്. അത് നമുക്ക് മുന്നേറാൻ പറ്റും, മുന്നേറിയിട്ടുണ്ട്. 55% നിന്ന് കുറച്ചു എന്നുള്ളത് ചെറിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയിൽ അതിദാരിദ്ര്യമുക്തരായ ഒരു സംസ്ഥാനം വരുന്നു എന്ന് പറയുന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. അത് വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ലോകം ഇത് അറിയണമെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സാധിച്ചിരിക്കുന്നത്? പൊടുന്നനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതാണോ നടപ്പിലാക്കിയത്? ഇവിടെയാണ് കൃത്യമായി മാധ്യമപ്രവർത്തകരടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് 2021 അത് ഗോവിന്ദ മാഷ് തദ്ദേശ വകുപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് കില, എനിക്ക് നേരിട്ടറിയാം. ഞാൻ അന്ന് ആ സമയത്ത് അക്കാഡമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. കിലയുടെ ഒരു കൈപ്പുസ്തകമുണ്ട്. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ച്, ആ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നതിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണ്, എന്തായിരിക്കണം അതിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തായിരിക്കണം അതിൻ്റെ മാനകങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുന്ന 72 പേജുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ എന്താണ് ഉപയോഗിക്കുന്ന മാനകങ്ങൾ. ഇതൊന്നും അറിയാതെയാണ് പ്രതിപക്ഷവും ചില വിദഗ്ധരും ഈ അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ വിദഗ്ധരെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ കില വളരെ കൃത്യമായി ആ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 1-2 വളരെ വേഗത്തിൽ പറയും. ഇത് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്നാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് കണ്ടെത്തുന്നത്, എന്തായിരുന്നു ഇൻഡിക്കേറ്റർ എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞ MPയിലെ 4 പ്രധാനപ്പെട്ട മാനകങ്ങൾ എടുത്തു. അതിലൊന്ന് ആഹാരം, മറ്റൊന്ന് വാസസ്ഥലം, മറ്റൊന്ന് വരുമാനം, പിന്നൊന്ന് ആരോഗ്യം. ഈ 4 ഘടകങ്ങൾ എടുത്തിട്ട് ഈ 4 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്ലേശതകൾ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കോഡുകൾ തയ്യാറാക്കി. ഒന്ന് റെഡ് കോഡും ഒന്ന് ഓറഞ്ച് കോഡും എന്ന തരത്തിൽ കണക്കാക്കി. എന്ന് പറഞ്ഞാൽ ക്ലേശ ഘടകങ്ങൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിതീവ്ര ക്ലേശമുണ്ടോ? എങ്ങനെയാണ് തീരുമാനിക്കുക? സ്വന്തമായോ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയോ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ചിലപ്പോൾ ഒരു വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞക്കാർഡുള്ള ഒരാളുണ്ടാവും. മഞ്ഞക്കാർഡുള്ള ഒരാൾക്ക് പക്ഷേ ആ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ വയ്യാത്ത തലത്തിൽ അയാൾക്ക് എന്തായിരിക്കും? അയാൾക്ക് അനാരോഗ്യമുണ്ടാവും. അയാൾക്ക് രോഗം ബാധിച്ച് കിടപ്പ് രോഗിയായിരിക്കും. അയാൾക്ക് ആര് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക? അയാൾക്ക് മഞ്ഞക്കാർഡുണ്ട്. പക്ഷേ അവിടെ അയാൾ എന്താ അനുഭവിക്കുന്നത്? അയാൾ തീവ്ര ക്ലേശത്തിലല്ല, അതിതീവ്ര ക്ലേശ ഘടകമാണത്. അങ്ങനെ വന്നാൽ അത് റെഡ് കോഡ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് പട്ടികയിൽ വരും? AY കാർഡ് ഉണ്ടായിട്ടും അയാൾ അതിതീവ്ര പട്ടികയിൽ വരും, അതിദരിദ്രരുടെ പട്ടികയിൽ അയാൾ വരും. ഇങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ എന്ത് കരുതുക? ഒരു റെഡ് കോഡും 2 ഓറഞ്ച് കോഡും ഉണ്ടാവുക. അഥവാ ഒരു അതിതീവ്ര ക്ലേശ ഘടകവും 2 തീവ്ര ക്ലേശ ഘടകങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അതിദാരിദ്ര്യ പട്ടികയിൽ വരും. ഇപ്പോൾ ഞാൻ ആഹാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുരുതരമായ രോഗം ബാധിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പരാശ്രയത്തോടു കൂടി നിൽക്കുന്ന മനുഷ്യരുണ്ടാവും. അവർക്ക് പാലിയേറ്റീവ് കെയറിനോടൊപ്പം തന്നെ ഈ പറയുന്ന AYയുടെ ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, അത് പാചകം ചെയ്ത് കൊടുക്കണം. അതവർക്ക് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി പാചകം ചെയ്ത ഭക്ഷണം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലെ അതിതീവ്ര ക്ലേശ ഘടകമാണ്. ഇനി വരുമാനത്തിൻ്റെ കാര്യത്തിലോ, ഇപ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാത്രമുള്ള വരുമാനമില്ലാത്ത കുടുംബം, സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാര്യം 62 ലക്ഷം ആളുകൾക്ക് നമ്മുടെ സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നേ. അതുകൊണ്ട് കൃത്യമായ പെൻഷൻ പട്ടികയുടെ പുറത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഘടകമാണ്. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ഈ അതിതീവ്ര ക്ലേശ ഘടകത്തിന്റെ ഭാഗമായിട്ട് വരും. പോരാ, ആ പെൻഷൻ കൊടുത്താലും ഒരു പ്രശ്നമുണ്ട്. ആ പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല. 2 പേർക്കും 3000, ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 4000 രൂപ വരുമാനമുണ്ട്. ഗുഡ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അവർക്ക് അവരുടെ പ്രായത്തിന് അവശത കാരണം, മക്കൾ നോക്കാത്തത് കാരണം, അഥവാ മക്കളില്ലാത്തത് കാരണം അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ AY കാർഡ് ഉള്ളവരാണ്, അവർക്ക് പെൻഷൻ കിട്ടുന്നവരാണ്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അവർക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കണം, അവർക്ക് പാചകം ഭക്ഷണം ചെയ്തിട്ട് തന്നെ കൊടുക്കണം, അവർക്ക് മറ്റ് ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് ശുദ്ധജല വിതരണം ചിലപ്പോൾ കൊടുത്തു എന്നില്ല, അതവിടെ എത്തിക്കേണ്ടി വരും. ഇങ്ങനെ
കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്, ഒന്നുകിൽ എല്ലാ സ്കീമുകളിൽ നിന്നും പുറത്തു നിൽക്കുന്ന മനുഷ്യർ. ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നത് എല്ലാ പദ്ധതികളിൽ നിന്നും ഊർന്നുപോയ മനുഷ്യർ, എല്ലാ സർക്കാരിൻ്റെ പ്രോജക്റ്റുകളിൽ നിന്നും അതിൻ്റെ ഗുണഫലം ലഭിക്കാതെ പോയ മനുഷ്യർ. അങ്ങനെ പോയ മനുഷ്യർ ഈ നാട്ടിലുണ്ടോ എന്നുള്ളതായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്. ഇതാണ് അതിൻ്റെ മാനദണ്ഡം. അത് മാനദണ്ഡം ഞാൻ ഇത്രയും സമയമെടുത്ത് വിശദീകരിച്ചത് നമുക്കൊരു അക്കാദമിക് ഫണ്ട് കിട്ടാതെ വരുന്ന ആദിവാസികളോ? അതുകൊണ്ട് എങ്ങനെയാ ആ ഫണ്ട് കിട്ടാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതിതീവ്ര ക്ലേശ ഘടകമാണ്. അതിലേത് ഘടകമാണ്? ഈ ഫണ്ട് മാത്രം കിട്ടാത്തതല്ല, അവർ ഈ പ്രോജക്റ്റിന് പുറത്തു പോയിട്ടുള്ളവരുണ്ടോ, ഈ പ്രോജക്റ്റിന്റെ ഗുണഫലം കിട്ടാത്തവരുണ്ടോ, അതിൽപ്പെട്ട ആളുകളിലാണ് ഈ നേരത്തെ സ്മൃതി പറഞ്ഞ 5% ആളുകൾ, ഏകദേശം 4000-ഓളം ആളുകൾ അതിനകത്ത് പെട്ടിട്ടുണ്ടാവുന്നത്. പക്ഷെ അത്രയും മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും പ്രൊമോട്ടർമാർക്ക് കണ്ടെത്താം, ഈ കുടുംബം അതിതീവ്ര ക്ലേശ ഘടകത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ പട്ടികയിൽ വരും. ഇത് നടന്നിട്ടുണ്ട്, ഈ സൂപ്പർ ചെക്കും ക്രോസ് ചെക്കും നടന്നിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ 35% ആദിവാസികളിൽ പൂർണ്ണമായി ഇത് നടന്നിട്ടില്ല. അല്ല, അത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുകയോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പിൾ സ്റ്റഡി വെച്ചല്ല. ഇത് സാമ്പിൾ സ്റ്റഡി അല്ല. അതാണ് ഇനി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പിൾ സ്റ്റഡി എന്താ? 10 പേരെ എടുത്തിട്ട് 100 പേരുണ്ടെങ്കിൽ 10 പേരെ എടുത്തിട്ട് ഇതിനകത്ത് ക്ലേശമുണ്ടോ? അങ്ങനെയല്ല ഇത് തീരുമാനിച്ചത്. ഇത് പങ്കാളിത്തമാണ്, പാർട്ടിസിപ്പേഷനാണ്. ക്വാണ്ടിറ്റേറ്റീവ് മാത്രമല്ല, ക്വാളിറ്റേറ്റീവായ സ്റ്റഡി കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റഡി അല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്, പങ്കാളിത്തത്തോടു കൂടിയുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയും. ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ചോദിച്ചു, നിങ്ങളുടെ പരിസരത്ത് ഇത്രയും അധികം ആളുകൾ ക്ലേശഘടകം അനുഭവിക്കുന്നവരുണ്ടോ? കുടുംബശ്രീ പ്രവർത്തകരോട് ചോദിക്കുന്നു, വാർഡ് തല സമിതികൾ രൂപീകരിച്ച് ചോദിക്കുന്നു, ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു. ഇങ്ങനെ പല തലങ്ങളിലുള്ള സാമൂഹിക സമിതികളോട് ചോദിച്ചിട്ടാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി ഇവർ പഞ്ചായത്ത് സമിതിയിൽ ആദ്യത്തെ കരട് പട്ടിക തയ്യാറാക്കുന്നു. എത്ര പേര് അതിനകത്ത് ഉപയോഗിച്ചിരുന്നെന്ന് അറിയാമോ? 4 ലക്ഷം ആളുകൾക്കാണ് പരിശീലനം കൊടുത്തത്. ഉദ്യോഗസ്ഥരടക്കം, സാമൂഹിക സംഘടനയിൽപ്പെട്ടവർ, പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വാർഡ് മെമ്പർമാരടക്കമുള്ളവർ. അങ്ങനെ അവർ ആദ്യം 1,18,309 പേരെ കണ്ടെത്തുന്നു. അതിൽ നിന്നും അത് വീണ്ടും ഫിൽട്ടർ ചെയ്ത് 87,000 എത്തുന്നു. സൂപ്പർ ചെക്ക് വഴി 73,748 എത്തുന്നു. അതിൽ തന്നെ 4,421 പേർ മരിച്ചുപോയതായിട്ട് അവർ മനസ്സിലാക്കുന്നു. 261 കുടുംബങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയതായി കണ്ടെത്തുന്നു. 47 വ്യക്തികൾ നാടോടികളാണെന്നും അവർ പല പല പഞ്ചായത്തുകളിലാണെന്നും കണ്ടെത്തി അവരെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ 4,729 പേരെ കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ 64,006 കുടുംബങ്ങൾ എന്ന പട്ടികയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കിയ മിഷൻ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു ഏജൻസി നടപ്പിലാക്കിയ ഏറ്റവും വലിയ പങ്കാളിത്ത പഠനമാണ്. എന്നെ ഒരു അക്കാഡമിക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ആകർഷിച്ചിരിക്കുന്നതിൻ്റെ മെത്തഡോളജിയാണ്. നോക്കൂ, അത് സാമ്പിൾ സർവേയിലല്ല, അതിൻ്റെ പങ്കാളിത്തത്തിലാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഏതൊരു പഠനത്തിനും ഒരു മാർജിനൽ എറർ ഉണ്ടാവും. ആ മാർജിനൽ എറർ എന്ന് പറയുന്നത് ഒരു 0.5% ആണെങ്കിൽ അതൊക്കെ ഏത് തീസിസിലും അംഗീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തിരിച്ച് നിങ്ങൾ പറയൂ, 1 ലക്ഷം ആളുകളുണ്ടെങ്കിൽ അതിൽ 5% ഇത്രയും പേര് പുറത്താണ് എന്ന കണക്ക് നമുക്ക് തിരിച്ചു പറയാനില്ല. നമ്മൾ ആകെ കൊണ്ടുവന്ന ഇന്നത്തെ 2 കണക്കാണ് നമ്മൾ. പ്രതിപക്ഷമാണല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ അവർക്കും ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി എനിക്ക് പറയേണ്ടി വരുന്നത്. അല്പം വിസ്താര ഭയം ഉണ്ടെങ്കിൽ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ രീതിശാസ്ത്രത്തിന്റെ കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. വളരെ കൃത്യമായി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 2021 മുതൽ തുടങ്ങിയതാണ് രീതിശാസ്ത്രത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഈ എൻ്റെ അധ്യാപകരും നമുക്കൊക്കെ പല ഘട്ടങ്ങളിൽ ഉപദേശങ്ങൾ തന്നവരുമാണ് ഈ വിദഗ്ധരായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ആളുകൾ. ഞാൻ അവരെ ഒരിക്കലും ആക്ഷേപിക്കില്ല. അവർക്ക് സ്വാഭാവികമായ സംശയങ്ങളുണ്ടാവാം, അത് വ്യക്തത വരുത്തി കൊടുക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് MP രാജേഷ് ഒരു പരിധിവരെ അതിൽ വ്യക്തത വരുത്തി കൊടുത്തു. AY കാർഡിലുള്ളവരാണോ ഈ ഉൾപ്പെട്ടിരിക്കുന്നത്? അല്ല. AY കാർഡ് കിട്ടാത്ത ആളുകളും ഇനി AY കാർഡ് കിട്ടിയ ആളുകളിൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളും ഈ അതിദാരിദ്ര്യ പട്ടികയിൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ തീവ്ര ക്ലേശ ഘടകങ്ങളെക്കുറിച്ചും ഈ മാനകങ്ങളെക്കുറിച്ചും പറഞ്ഞത്. അതാണ് യഥാർത്ഥത്തിൽ ഈ കിലയുടെ പുസ്തകം ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അത് വായിച്ചിരുന്നെങ്കിൽ ഈ സംശയം ഉണ്ടാവില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര പദ്ധതി ഇല്ലാതാകുമോ? ഇല്ല, അങ്ങനൊരു സംഭവമല്ല. ഇത് യെല്ലോ കാർഡിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റേ അല്ല, ഭക്ഷ്യ സിവിൽ സപ്ലൈസിൻ്റെ യെല്ലോ കാർഡിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റേ അല്ല. അതുകൊണ്ട് തന്നെ നാളെ വന്ന് കേന്ദ്രം ഇത് റദ്ദാക്കുന്നു എന്നുള്ളതല്ല. ഇത് നിങ്ങൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇത് ഉപയോഗിക്കാം. ഇത് കേന്ദ്ര സർക്കാരിന് കൂടി കൊടുക്കുന്നൊരു മോഡലാണ്. നമ്മൾ പല കാര്യങ്ങളിലും മോഡലായി മാറുന്നു എന്നുള്ളത് പോലെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു ഘടകം, ഇതിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിൽ സാധ്യമായി എന്നുള്ളതാണ്. അത്ഭുതപ്പെടുത്തി PR സുനിൽ. ഇതിൽ നോക്കൂ, ഒരു ഏതൊക്കെ വകുപ്പുകളാണ്. ഇപ്പോൾ ചില വീടുകളിലേക്ക് പോയാൽ ബാക്കിയെല്ലാം ഉണ്ട്, ആ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പട്ടിണിയിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സ്വാഭാവികമായും KSEB അതിൽ ഇടപെടുന്നു.
എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജലവിഭവ വകുപ്പിന്റെ പൈപ്പ് ലൈൻ അവിടെ പോകുന്നില്ല. അവർക്ക് കിലോമീറ്ററുകൾ നടന്ന് വെള്ളമെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ ജലവിതരണ വകുപ്പ് അവിടേക്ക് വന്ന് ആ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സൊസൈറ്റികളിൽ നിന്ന് ചില പ്രത്യേക സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ഇനി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഭൂമി 28 ഏക്കറാണെന്ന് വിട്ടുകൊടുത്തത്. 28 ഏക്കർ പ്രകാരമാണ് അവർക്ക് വാസസ്ഥലം ഒരുക്കി കൊടുത്തത്. അതിൽ പലതും ലൈഫ് മിഷൻ പദ്ധതിയുമായി ചേർന്ന് പ്രവർത്തിച്ചു. അതൊരു പ്രധാനപ്പെട്ട ഘടകം. പാലിയേറ്റീവ് കെയർ, ആരോഗ്യ വകുപ്പ് ഇതിൽ ഇടപെടുന്നു. അങ്ങനെ എത്രയെത്ര വകുപ്പുകൾ, റവന്യൂ വകുപ്പ് ഇതിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നു. തദ്ദേശ വകുപ്പ് ഇത് പൂർണ്ണമായും ഏകോപിപ്പിച്ച് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അതേപോലെ എല്ലാ വകുപ്പുകളും, ഭക്ഷ്യവകുപ്പ് ഇതിൽ കിറ്റടക്കമുള്ളവ കൊടുക്കുന്നു. പ്രേക്ഷകറിയാമോ, ഈ ഭക്ഷ്യവിതരണ വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ് കിറ്റുകൾ കൊടുക്കുകയോ കൂപ്പൺ കൊടുക്കുകയോ ചെയ്തു. അതിലൊരു കൂപ്പണാണ് ആലപ്പുഴയിലുള്ള ഒരു വാർഡ് കൗൺസിൽ അടിച്ചുകൊണ്ട് പോയത്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല. അദ്ദേഹം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഒരു കൗൺസിൽ, ആ പാർട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അയാൾ അടിച്ചുകൊണ്ട് പോയതാ 500 രൂപയുടെ കൂപ്പൺ. ഇന്നാണ് ആ പാവപ്പെട്ട മനുഷ്യൻ അറിയുന്നത്. ഞാൻ പട്ടിണിയിൽ കഴിയുമ്പോൾ എൻ്റെ പേരിൽ പുറത്തിറങ്ങിയിരുന്ന സിവിൽ സപ്ലൈസിന്റെ കൂപ്പൺ എനിക്ക് കിട്ടിയില്ല എന്ന വിവരം അറിയുന്നത്. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ KSRTC ഇൻവോൾവാണ്. ചില റൂട്ടുകളിൽ ഇവർക്ക് കൺസെഷൻ ടിക്കറ്റ് കൊടുത്തു, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ ആളുകൾക്ക്, ഈ അതിദാരിദ്ര്യ പട്ടികയിൽപ്പെട്ടവർക്ക് കൺസെഷൻ കാർഡ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ വകുപ്പുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ പട്ടിണിയുള്ള മനുഷ്യരാണോ എന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതുവരെ ഉദ്യോഗസ്ഥന്മാരവിടെ AC റൂമിൽ ഇരുന്നിട്ട് മുൻപിൽ വരുന്ന അപേക്ഷാ ഫോറത്തിൽ പട്ടിണിയാണോ അല്ലയോ എന്ന് നോക്കിയിരുന്ന സ്ഥലത്ത് നിന്നും ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ അടുത്തേക്ക്, ഊരുകളിലേക്ക്, വീടുകളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതാണ് ഈ പങ്കാളിത്ത പരിപാടിയിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം. ബാക്കി കണക്കുകൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇതൊന്നും 100% ഒരു കാലത്ത് ഫുൾ പ്രൂഫായി വരില്ല. 96, 99% നിൽക്കും. ഇനി നമ്മൾ കണ്ടെത്തണം, ഓരോ മനുഷ്യരെയും നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെ വിശക്കുന്ന വയറുമായി നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു കാലം ഉണ്ടാവണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് കാണുന്നു. അതിൽ ഈ പറയുന്ന സംശയങ്ങൾ സ്വാഭാവികമാണ്. ഞാൻ സംശയങ്ങൾ പ്രകടിപ്പിച്ചവരെയും ഞാൻ വിമർശിക്കുന്നില്ല, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രം അതിനെ വിമർശിക്കരുതെന്ന് മാത്രമാണ് എൻ്റെ ടേക്ക്. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ രീതിശാസ്ത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ സംശയ ദൂരീകരണം കുറച്ചൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം സുജയ്ക്ക് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്ഥലമല്ലേ? അല്ലല്ല, അഭിപ്രായങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞതിൽ, ഡിബേറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം പ്രതിപക്ഷം ഉയർത്തിയ 3 ചോദ്യങ്ങൾ രീതിശാസ്ത്രം എന്താണ്, AY കാർഡിന് പുറത്താകുമോ, ഇവർ LDF സർക്കാരിന്റെ മാനിഫെസ്റ്റോയിൽ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. LDF സർക്കാർ മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ഒരു പഠനം നടന്നിട്ടില്ല. നിലവിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇത്രയും ലക്ഷം ആളുകൾ, 4.5 ലക്ഷത്തോളം അതിദരിദ്രരുണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് 2021 സർക്കാർ വരുന്നത്. മാനിഫെസ്റ്റോ സർക്കാർ വരുന്നതിന് മുമ്പുള്ള ഒന്നാണ്. അത് നിലവിലുള്ള കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനുശേഷമാണ് ഈ പഠനം നടക്കുന്നത്, സ്മൃതി. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് ആ ചോദ്യം. പക്ഷേ അതിനുള്ള മറുപടി അത് സർക്കാർ വരുന്നതിന് മുൻപുള്ളതാണ്. അതിനുശേഷമാണ് ഈ പഠനം നടക്കുന്നത്. അതിനുശേഷമാണ് ഈ വലിയ പ്രോസസ്സായിരുന്നു ഇത് എന്നുള്ളതാണ്. 3.5 വർഷം എടുത്ത് നടന്ന ആ പ്രോസസ്സിനെ നമ്മൾ ചെറുതായി കാണരുത് എന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയും എൻ്റെ ആഗ്രഹവും. അപ്പോൾ അപ്രത്യക്ഷരായ എന്ന ചോദ്യത്തിന് പൂർണ്ണമായിട്ടൊന്നും അപ്രത്യക്ഷമാവണമെന്നില്ല. ഇനി അപ്രത്യക്ഷരായി എന്ന് നമ്മൾ പറഞ്ഞാലും നാളെ വേണമെങ്കിൽ ഇവർ പ്രത്യക്ഷരാവാം. നിതാന്തമായ ജാഗ്രത ആവശ്യമുണ്ട്. അത് നമ്മുടെ കൂടി ജാഗ്രത ആവശ്യമുള്ളതെന്നാണ് എൻ്റെ പക്ഷം. യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.